ഹായ് ഫ്രണ്ട്സ്, ഡ്രീം ഗാർഡനിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ചെടി വെച്ച് ഒരു ബോൾ ആകൃതിയിൽ ചെയ്യുന്നതാണ്. ഈ ചെടിയുടെ പേര് എമിഗ്രാഫിക്സ് റെപ്പാണ്ടെ എന്നാണ്. ഇതിൻ്റെ മലയാളത്തിലുള്ള പേര് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ചിരട്ടയാണ്. അത്യാവശ്യം വലുപ്പമുള്ള ചിരട്ട വേണം എടുക്കാൻ. എൻ്റെ കയ്യിൽ ഉള്ളതിൽ ഏറ്റവും വലുപ്പമുള്ള ചിരട്ടയാണ് ഞാൻ എടുത്തത്. ചിരട്ടയ്ക്ക് വലുപ്പം കൂടുമ്പോഴാണ് ബോൾ കുറച്ചുകൂടെ വലുപ്പത്തിൽ കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് അക്രിലിക് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. ഞാനൊരു ഗ്രീൻ കളർ പെയിൻ്റാണ് അടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. ഇനി പെയിൻറ്റ് അടിച്ചില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ലേ. നിങ്ങൾക്ക് ഇതുപോലത്തെ വ്യത്യസ്തമായ ഗാർഡൻ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇനി ഇതുപോലത്തെ ഒരു നെറ്റാണ് വേണ്ടത്. ഇതൊരു ഫ്രോക്കിൻ്റെ നെറ്റാണ്. നമ്മൾ ഉപേക്ഷിക്കുന്ന ഇതുപോലത്തെയൊക്കെ ഫ്രോക്കൊക്കെ എടുത്തു വെച്ചാൽ നമുക്ക് ഗാർഡനിലോട്ട് ഇതുപോലത്തെ ഐഡിയകളൊക്കെ ചെയ്യാൻ പറ്റുവേ. ഇതിൻ്റെ ഒരു കഷ്ണം നമുക്ക് മുറിച്ചെടുക്കാം. ഒരു ചതുരത്തിലുള്ള ഒരു പീസ് മുറിച്ചെടുക്കാം. ഇത് കുട്ടിയുടെ ഒരു ഫ്രോക്കിൻ്റെ നെറ്റാണ്. ഇതുപോലത്തെ നെറ്റൊക്കെ എന്തായാലും എല്ലാവരുടെ കയ്യിലും ഉണ്ടാകുമല്ലോ. അപ്പോൾ ഇത് വെച്ച് ഇങ്ങനെയൊക്കെ നമുക്ക് ഐഡിയകൾ ചെയ്യാം. ഇനി നമുക്ക് പോട്ടി മിക്സ് തയ്യാറാക്കാം. ഞാനിവിടെ മണ്ണും മണലും കമ്പോസ്റ്റുമാണ് എടുത്തത്. അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചെടി പ്രത്യേകം കെയറൊന്നും ആവശ്യമില്ലാത്ത ചെടിയാണ്. ഈ ചെടിയെ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും വളർത്തിയെടുക്കാവേ. വേണമെങ്കിൽ നമുക്ക് ഇത് ഹാങ് ചെയ്തിടാം, അല്ലെങ്കിൽ നമുക്ക് ഇത് ചട്ടിയിൽ വെച്ചാണെങ്കിലും വളർത്താവേ. ഇനി നമുക്ക് ഈ നെറ്റിലോട്ട് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. നിങ്ങളും ഈ ചെടി വെച്ച് ഇതുപോലത്തെ ഐഡിയകളൊക്കെ ചെയ്യാറുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ചെടിയുടെ ഒരു ചെറിയ കമ്പ് കൊണ്ട് വെച്ച് കൊടുത്താൽ മതിയേ. ചെറിയ ഒരു തൈ കൊണ്ട് വെച്ചാൽ നമുക്ക് ചട്ടി നിറച്ചും ഈ ചെടി വളർന്നു കിട്ടുവേ. നമ്മൾ പ്രത്യേകം വളവോ കാര്യങ്ങളോ ഒന്നും ഈ ചെടിക്ക് ചെയ്തില്ലെങ്കിലും നല്ലതായിട്ട് തന്നെ നല്ല ബുഷിയായി തന്നെ ഈ ചെടി വളർന്നു വരുവേ. ഇനി നമുക്ക് ഇതൊന്ന് കെട്ടിയെടുക്കണം. ഇതൊരു പുല്ല് വർഗത്തിൽപ്പെട്ട ചെടി പോലെയാണ് തോന്നുന്നത്. ഇതിൻ്റെ ലീഫ് എപ്പോഴും നല്ല ഗ്രീൻ കളറായിരിക്കും. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ ചെടി ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിൻ്റെ പല ടൈപ്പുണ്ട്. ഇതിൻ്റെ പർപ്പിൾ ഷെയ്ഡ് അതിൻ്റെ ലീഫിൻ്റെ അടിയിൽ വരുന്ന ചെടിയുമുണ്ട്. അതെൻ്റെ കയ്യിലില്ല. എൻ്റെ കയ്യിലാകെ ഈ പച്ച കളറുള്ള ഒരു ചെടി മാത്രമേ ഉള്ളേ. നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കെട്ടിയെടുക്കാം. കെട്ടുമ്പോൾ നല്ല ടൈറ്റിൽ തന്നെ കെട്ടിക്കൊടുക്കണേ. ഇതിപ്പം ഞാനിവിടെ കെട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിലെ ആ ബാക്കിയുള്ള പീസ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല ബോൾ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ആ ചിരട്ടയുടെ ഉള്ളിലോട്ട് ഒന്ന് കുത്തി സെറ്റ് ചെയ്ത് കൊടുക്കണം. നല്ല ബോൾ ഷേപ്പിൽ തന്നെ അത് മുഴുവനായിട്ടും കയറ്റി ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇത് കണ്ടില്ലേ, ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുറച്ച് ഇതുപോലത്തെ ചെടി കട്ട് ചെയ്തെടുക്കാം. ഞാനിതിവിടെ ഒരു ചട്ടിയിൽ ചെറിയ ഒരു തൈ കൊണ്ട് വെച്ചതാണ്. നിറച്ചും ചട്ടിയിൽ കിളുത്ത് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് കുറച്ച് പീസ് കട്ട് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ തൈയായിട്ട് കിട്ടുമെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം. ഞാനിവിടെ എൻ്റെ കയ്യിൽ ഇതിൻ്റെ തൈകൾ കുറവായതുകൊണ്ടാണ് ഇതിൻ്റെ പീസുകൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുന്നത്. വേരോടുകൂടിയുള്ള തൈ ഉണ്ടെങ്കിൽ അത് വെക്കുമ്പോൾ പെട്ടെന്ന് ഒന്നും കൂടെ വളർന്നു കിട്ടുവേ. നിങ്ങളുടെ കയ്യിൽ വേരോടുകൂടിയുള്ള തൈ ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുത്താൽ മതിയേ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഹോൾസ് ഇട്ടിട്ട് ഓരോ ചെടിയുടെ കമ്പ് വീതം ഇതുപോലെ കുത്തി കൊടുക്കാം. ഇത് പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടുന്ന ചെടിയാണ്. അതുകൊണ്ട് ഇങ്ങനെ കുത്തിയാലും കുഴപ്പമില്ല. എളുപ്പം തന്നെ ഇത് നല്ല ബുഷിയായിട്ട് കിളുത്ത് വന്നോളുവേ. ഇതുപോലെ അടുപ്പിച്ചടുപ്പിച്ച് കുത്തി കൊടുക്കണേ. എങ്കിൽ മാത്രമേ ഇത് നിറച്ച് ഒരു ബോൾ ആകൃതിയിൽ വരികയുള്ളൂ. ഇതുപോലെ
കുറേ ചിരട്ടയിൽ വെച്ച് ഹാങ് ചെയ്തിട്ടാൽ നല്ല ഭംഗിയായിരിക്കുവേ. ചിരട്ട വേണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒരു പോട്ടിൽ നെറ്റിൽ മണ്ണ് നിറച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ബോൾ ആകൃതിയിൽ വെച്ച് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടെ വലിയ ബോൾ ഷേപ്പ് കിട്ടുവേ. ഞാനിവിടെ ഇത് മുഴുവനായിട്ടും കൊത്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഹാങ് ചെയ്തിടണം. അതിനായിട്ട് ഞാനിവിടെ വെള്ള കളറിലുള്ള ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഈ ത്രെഡിനെ ഇതുപോലെ 3ആയിട്ട് കെട്ടിയ ശേഷം നമുക്ക് ഇതൊന്ന് ഹാങ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ചിരട്ടയെടുത്ത് അതിൻ്റെ ഉള്ളിലോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. നല്ല ഒരു ഈ ചെടി വെച്ച് ചെയ്യാൻ പറ്റിയ നല്ല ഒരു ഹാങ്ങിങ് ഐഡിയ കൂടിയാണ് ഇത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണേ. ഇത് നന്നായിട്ട് വളർന്നു വരുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം കത്രിക വെച്ച് ബോൾ ഷേപ്പിൽ ഒന്ന് ലീഫെല്ലാം കട്ട് ചെയ്ത് ശരിയാക്കി എടുക്കണം. അപ്പോഴാണ് ഇത് ശരിക്കും ബോൾ ആകൃതിയിൽ വരുന്നത്. ഇപ്പോൾ നമ്മൾ ചെടി നട്ടതല്ലേ ഉള്ളൂ, അത് കുറച്ച് നല്ല തിക്കി വളർന്നു വരണേ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ മതിയേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നമുക്ക് ഇതുപോലത്തെ നല്ല ഒരു വീഡിയോയുമായി കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.